ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് കാളാഞ്ചി ഫിഷ് ഉപയോഗിച്ച് നല്ല അടിപൊളി മീൻ കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് ആ കാളാഞ്ചി ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ആദ്യം എടുക്കണം. അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഗ്യാസ് കത്തിച്ച് അതിലേക്കൊരു ചരുവനെടുത്ത് വെക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. പിന്നീട് നമ്മൾ ചേർക്കുന്ന ഉലുവയാണ് കേട്ടോ. ഉലുവ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ ഇഞ്ചി ഇത്തരം ചേർത്ത് നല്ലോണം സോട്ട് ചെയ്തെടുക്കണം. അതൊന്ന് പാകത്തിന് സോട്ടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് വേണ്ട സവോളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവോള ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ കുരുബേബി നല്ല ആളിക്കത്തിക്കുന്നുണ്ട്. അതൊന്ന് നല്ലോണം സോട്ടായി വന്നതിന് ശേഷം സോട്ടായതിന് ശേഷം ഞാൻ പറയാം. ആദ്യം സോട്ടായതിന് ശേഷം അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് അതും ഒന്ന് സോട്ടായതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ പുളിവെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ, പുളിയും ഇടുന്നുണ്ട്. അതൊന്ന് നല്ലോണം സോട്ടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് അതൊന്ന് കുടിച്ചതിന് ശേഷം വീണ്ടും ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കാളാഞ്ചി പീസുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്നൊന്ന് തിളച്ച് വറ്റട്ടെ. നമ്മുടെ കറി തയ്യാറാക്കുന്ന കുരുബേബിയാണ് കേട്ടോ. ഞാൻ ഓയിസ് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് തേങ്ങയും മഞ്ഞൾപ്പൊടിയൊക്കെ കൂടെ അരച്ച അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് തിളച്ച് വറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.